കേരളത്തിനെതിരെ കടുത്ത വിദ്വേഷ പരാമർശവുമായി കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ. കേരളത്തിലെ ഹിന്ദുക്കൾ ഭീതിയിലാണ് കഴിയുന്നത്. സംസ്ഥാനത്ത് ലവ് ജിഹാദ് മാത്രമല്ല ലാൻഡ് ജിഹാദ് അടക്കം പല ജിഹാദുകളും നടക്കുന്നുണ്ട്. LDFും UDFും അഴിമതിയിൽ പരസ്പരം സഹായിക്കുകയാണ്. ഇരു മുന്നണികളും പരസ്പരം ഏറ്റുമുട്ടുന്നു എന്ന് അഭിനയിക്കുകയാണെന്നും ശോഭ കരന്തലജെ പറഞ്ഞു. Kerala, Hindus and Christians going out because of scary. केरल में केवल लव जिहाद का बात नहीं चल रहा है, केरल में लैंड जिहाद, बिजनेस जिहाद का बात चल रहा है. LDF and UDF government is not helping our farmers or fishermen or anybody. Every time UDF, they are supporting each other for corruption and for nonsense. വിശദാംശങ്ങളുമായി മനീഷ് ഏഷ്യ മാത്യു ചേരുകയാണ്. മനീഷ്, ഇത്തരത്തിൽ ഹെയ്റ്റ് സ്പീച്ചിന്റെ കാര്യത്തിൽ ഒരു മാറ്റവും മുൻപും ഇല്ലാത്ത ഒരാളാണ് ശോഭ കരന്തലജെ. അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോഴും അതേ വാക്കുകൾ തന്നെയാണ്, ആ തരത്തിൽ തന്നെയാണ് കേരളത്തെയും അധിക്ഷേപിക്കുന്നത്. ഏത് തരത്തിലാണ് ഈ വാക്കുകൾ ചർച്ചയാകുന്നത്? എന്താണ് അവിടെ നിന്ന് നൽകാൻ പറ്റുന്ന വിവരങ്ങൾ? രജിഷ, NDA അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച സമയം മുതൽ തന്നെ ഈ വിദ്വേഷ പരാമർശങ്ങൾ പലപ്പോഴായി നടത്തുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഗുരുവായൂർ സ്ഥാനാർത്ഥിയായ B. ഗോപാലകൃഷ്ണനാണ് അതിലൊരു തുടക്കം കുറിച്ചത്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പലപ്പോഴായി BJPയുടെ പല നേതാക്കളുടെ ഭാഗത്തുനിന്നും വലിയ തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിനൊരു ബാക്കിപത്രം എന്ന നിലയിലാണ് ഇന്ന് കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ എത്തിയപ്പോൾ അത്തരത്തിൽ സമാനമായ രീതിയിലൊരു വിദ്വേഷ പരാമർശം നടത്തുന്നത്. അവരുടെ പ്രധാനമായിട്ടുള്ള ആരോപണം ഇങ്ങനെയാണ്: കേരളത്തിൽ നിന്ന് ഹിന്ദുക്കളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും ഒക്കെ നാട് വിടുന്നത് ഭയം കൊണ്ടാണ്. ആ ഭയം സൃഷ്ടിക്കുന്നത് ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങളിലാണ്. പക്ഷേ ലവ് ജിഹാദ് എന്നുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. കേവലം ലവ് ജിഹാദിൽ മാത്രമല്ല ഇത് അവസാനിക്കുന്നത്, മറിച്ച് ലാൻഡ് ജിഹാദ്, അതുപോലെ തന്നെ ബിസിനസ് ജിഹാദ്, ഇതിനൊക്കെ കേരളം വലിയ ഒരു ഇതായി മാറിയിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും ദേശീയ തലത്തിൽ ഇത് കണ്ടിട്ടുള്ളതാണ്. ശോഭ തന്നെ ഇതിനു മുമ്പ് പലപ്പോഴും ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദേശീയ തലത്തിലാണ് പ്രധാനമായും ഈ BJP നേതാക്കളൊക്കെ പലപ്പോഴും പല മേഖലകളുടെ മുമ്പിലും ഈ ജിഹാദ് എന്നുള്ളൊരു പേര് ചേർത്ത് പലപ്പോഴും വിദ്വേഷ പരാമർശങ്ങൾ നമ്മൾ നടത്തുന്നത് കണ്ടിട്ടുള്ളത്. അതിന് സമാനമായ രീതി തന്നെയാണ് അവർ കേരളത്തിലും ആവിഷ്കരിക്കുന്നത് എന്നുള്ളതിന്റെ നേർതെളിവാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിൽ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു വിദ്വേഷ പരാമർശമാണ് നിലവിൽ ഇപ്പോൾ ശോഭയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതായത് ലവ് ജിഹാദ് മാത്രമല്ല ലാൻഡ് ജിഹാദ്, അതുപോലെ തന്നെ ബിസിനസ് ജിഹാദ് എന്നൊക്കെയാണ്. അതായത് ഈ ഭാഗങ്ങളിലൊക്കെയുള്ള, അല്ലെങ്കിൽ ഈ കേരളത്തിൽ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യമാണ് ഇവരെ ചൊടിപ്പിക്കുന്നതെന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അങ്ങനെയാണ് ഒരു ജിഹാദ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് മാറുന്നത്. അതിനോടൊപ്പം തന്നെ അവർ പറഞ്ഞ മറ്റു കാര്യം, LDFും UDFും ഭാരതത്തിൽ ഒന്നാണ്. അതായത് ഇന്ത്യ സഖ്യത്തിന് മുമ്പിൽ ഇവരെല്ലാവരും എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ തന്നെ ജീവിക്കുന്നു. അവർക്ക് ബിസിനസ് ചെയ്യാനായാലും ഭൂമി വാങ്ങാനായാലും അവർക്ക് സാധാരണഗതിയിൽ എല്ലാവർക്കും പറ്റുന്നത് പോലെ പറ്റുന്നു എന്നത് നമ്മുടെ അഭിമാനകരമായി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതൊരു BJP നേതാവിന് ഇങ്ങോട്ടേക്ക് വന്ന് ഇത് കാണുമ്പോൾ ഒരു വിദ്വേഷമായി പറയാൻ പോലും പറ്റുന്ന തരത്തിൽ അവർക്കത് സഹിക്കാത്ത ഒരു കാര്യമായി മാറുകയാണ്. തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് കേരള സ്റ്റോറി അടക്കമുള്ള പ്രൊപ്പഗണ്ട സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്താണോ അതുതന്നെയാണ് BJP ദേശീയ തലത്തിൽ വളരെ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലേക്കും യാതൊരു മാറ്റവും ഇല്ലാതെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് ഈ കേരളത്തിൻ്റെ ഒരു ഹാർമണി അത് ഇത്ര മനോഹരമായി പോകുന്നതിൽ പലപ്പോഴും അതൃപ്തി ഇവർ പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പലപ്പോഴും വിദ്വേഷ പരാമർശങ്ങളായി വരുമ്പോഴും അത് ദേശീയ തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ അത്ര കണ്ട് സംസാരിക്കാത്തൊരു സാഹചര്യത്തിൽ നിന്ന് മാറി കേരളത്തിലെത്തുന്ന നേതാക്കൾ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങളിലൂടെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ FCR അടക്കമുള്ള പല കാര്യങ്ങളുണ്ട് അവർക്ക് സംസാരിക്കാൻ. പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഈ രണ്ട് മുന്നണികൾക്ക് പകരം NDA വരുന്നതിൻ്റെ വികസന പ്രവർത്തനങ്ങളുണ്ട് പറയാൻ, അല്ലെങ്കിൽ ഈ പല ആശങ്കകൾക്ക് പരിഹാരം കാണുന്ന തരത്തിലേക്ക് സംസാരിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അവർ അതിനൊന്നും പ്രാധാന്യം നൽകാതെ ഏറ്റവും പ്രധാനമായി അവർ ലക്ഷ്യം വെക്കുന്നത് ഈ ഒരു വിദ്വേഷ പരാമർശം അല്ലെങ്കിൽ വർഗീയത ഇളക്കി ബന്ധപ്പെട്ട് മാത്രമാണ്. അതിന്റെ ഒരു വാക്യപത്രമാണ് ഇന്നത്തെ പരാമർശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ലവ് കേരളത്തിനെതിരെ വലിയൊരു വിദ്വേഷ പരാമർശം തന്നെയാണ് ശോഭ കരന്തലജെ നടത്തിയത്.